ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ വെച്ച് ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഇന്ന് ഞങ്ങൾ പ്രതികരിച്ചു. അതുപോലെ നാളെ നിങ്ങളും ഇത് കണക്കൊരു പ്രശ്നം വരുമ്പോൾ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. നല്ലതുപോലെ ആയിപ്പോയെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, വണ്ടിയിൽ വന്ന സ്റ്റാഫുകളെ ആവട്ടെ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ, കുട്ടികളെ സഹിതം അവിടെയുള്ള തെരുവ് കച്ചവടക്കാർ വഴിയോടത്തിരുന്ന് എന്താണ് മാങ്ങ, പൈനാപ്പിൾ അല്ലെങ്കിൽ ചായ ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന, പിന്നെ അവിടുത്തെ ജീപ്പ് ഡ്രൈവേഴ്സ്, പിന്നെ വേറെ ആരാണ് ഫോട്ടോ എടുക്കുന്ന അല്ലെ, ഫോട്ടോ സെക്ഷൻ എടുക്കുന്ന, അങ്ങനെ എല്ലാരും കൂടെ ഗ്യാങ് ചേർന്നിട്ട് എന്തായാലും കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരു കാരണമില്ലാതെയാണ് ഉപദ്രവിച്ചത്. ഇഷ്ടം മാതിരി അടിച്ച്. എന്നിട്ട് അവർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പോലീസിനെ വിളിച്ചാലും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ പോലീസ് ഞങ്ങൾ തന്നെയാണ്, നിങ്ങൾ കേസ് കൊടുക്കുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുല്ലപ്പെരിയാർ പൊട്ടിക്കുമെന്ന്. നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, തമിഴരെന്നില്ല, മലയാളികളെന്നില്ല, തെലുങ്കരെന്നില്ല, കന്നഡ അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും മനുഷ്യർ തന്നെയാണ്. പക്ഷേ ഈ ചെയ്ത അതിക്രമം ഇത്തിരി കടന്നുപോയി. കുട്ടികളെ വരെ ഉപദ്രവിക്കുന്ന രീതിയിലാണ് ചെയ്തത്. ഈ കുഞ്ഞിന് 12 വയസ്സേ ഉള്ളു. ഇതൊക്കെ അവന്മാർ കാണിച്ചതാ. അവന്മാർ അവിടെ മുള്ളു പത്തലിന്റെ കമ്പനിയാണ്. പിന്നെ ചീത്തവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചീത്തവിളിയാണ്. പക്ഷേ നമ്മളാ കൂടി നിന്ന്, അതായത് ഇപ്പം മലയാളി ഡ്രൈവേഴ്സ് ആണെങ്കിലും വാഹനങ്ങളാണെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും അവർക്ക് ആർക്കും വന്ന് ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അവരെ കൊണ്ട് കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോസ് എടുത്ത് സഹായിക്കുക. വരുന്ന കമ്പ് കൊണ്ട് ഓടുന്നു വണ്ടി അടിച്ചു പൊട്ടിക്കാൻ. ഇവിടുത്തെ കുറെ തന്തയില്ലാത്തവന്മാരുണ്ട്, അവന്മാരുടെ പരിപാടി ഇത് മൊത്തം. ഇവിടുത്തെ അവന്മാർ ഇവിടുത്തെ ലോക്കൽസുകാരുടെ കുഴപ്പമാ. ചുമ്മാ ബസ്സുകാരുടെ മേക്കിട്ട് കയറും അവന്മാര്. ഒരു കാര്യമില്ല. ഇവിടുത്തെ അവന്മാരുടെ ഷോയാ. ഇവിടുത്തെ ലോക്കൽസുകാരുടെ ആൾക്കാരാണ്ട്. ഇതാ ഇപ്പോഴത്തെ മൂന്നാറ് അവസ്ഥ. ടോപ്പ് സ്റ്റേഷനിലെ അവസ്ഥയാണ്. പാവം ബസ്സുകാരുടെ തോളെ കയറും, വണ്ടി അടിച്ചു പൊട്ടിക്കാൻ കമ്പെടുക്കുന്നു.